ഒരു മാങ്ങാക്കറി, വെറും മാങ്ങാക്കറിയല്ല, ഉപ്പ് മാങ്ങാക്കറി. ഇത് ഞാൻ തന്നെ ഉപ്പിലിട്ട മാങ്ങയാണ്. 2-3 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ടൊരു കറി വെച്ചിട്ടാണ്. ഈ മാങ്ങയുടെ തൊലി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഞെരടി എടുക്കണം. ഇതിൻ്റെ ഈ മാങ്ങാണ്ടി കളയത്തില്ല കേട്ടോ, ഇതും കറിക്കകത്ത് ചേർക്കും. പഴുത്ത മാങ്ങയുടെ നമ്മൾ കറി വയ്ക്കുമല്ലോ, സെയിം അതുപോലെ തന്നെ. അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, ജീരകം ഇത്ര ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചെടുത്ത തൈരിലേക്ക് നമുക്ക് ഇത് അരച്ച് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ മാങ്ങയും കൂടെ എടുത്ത് വയ്ക്കുക. ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം കടുക് താളിക്കാം. അപ്പോൾ കടുക് താളിക്കാൻ നമ്മൾ കടുക് ഇടുന്നുണ്ട്. കുറച്ച് ഉലുവയും ചേർത്തിട്ട് കടുക് വറുക്കുക. കടുക് വറുത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3 ചെറിയ മുളക് മുറിച്ചിട്ട് കടുക് വറുത്ത് ചേർക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് കറി ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ വെച്ച് നമുക്ക് വാങ്ങിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. മറ്റേ നമ്മുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പഴുത്ത മാങ്ങാക്കറി വെക്കുമ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഉപ്പ് മാങ്ങയാകുമ്പം അതിൻ്റേതായ ഒരു ടേസ്റ്റ്. പക്ഷെ ചോറുണ്ണാൻ വേറെ കറി ഇല്ലെങ്കിലും നന്നായിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത്. ആരെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? ഞാൻ മിക്കവാറും ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ നാട്ടിൽ നിന്ന് ഉപ്പുമാങ്ങ ഇട്ട് അമ്മ തന്നു വിടുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരാളില്ലാത്തത് കാരണം ഞാനാണ് ഇവിടെ തന്നെ മാങ്ങയുടെ സീസൺ ആകുമ്പോൾ മാങ്ങ ഉപ്പിലിട്ട് വിൽക്കാറുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കും.